എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കൊച്ചുകുട്ടികളുടെ ഓരോ ദിവസത്തെ ആഹാര രീതി ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പുതിയ പുതിയ റെസിപ്പീസ് ചോദിച്ചുകൊണ്ട് ഡെയിലി എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാസ്ത അല്ലെങ്കിൽ മാക്രോണിയുടെ റെസിപ്പിയാണ്. കൊച്ചുകുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി മോഡിഫിക്കേഷൻസ് വരുത്തുകയാണെങ്കിൽ വലിയവർക്കും ഇത് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ടൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്, ബിൻസി വ്ലോഗ്സ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 100 ml കപ്പിൽ ചെറിയ ടൈപ്പിലുള്ള പാസ്തയാണ് ഞാനിവിടെ എടുക്കുന്നത്. ബേബി പാസ്ത എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പാസ്ത യൂസ് ചെയ്യാവുന്നതാണ്. അതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പാസ്തയുടെ കവറിൽ എഴുതിയിട്ടുണ്ടാവും എത്ര സമയമാണ് അത് വേവേണ്ടതെന്ന്. അപ്പോൾ ഇത് 8 മിനിറ്റ് കൊണ്ട് വേവുന്ന പാസ്തയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഞാൻ സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടി പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ കൂടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് മസാലയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വെളുത്തുള്ളി, സവാള, ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് കോണുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ് അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഏതാണെങ്കിലും അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം വെളുത്തുള്ളിയും സവാളയും ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. മഞ്ഞൾപ്പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ബോൺലെസ് ചിക്കന് പകരം നിങ്ങൾക്ക് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബോൺലെസ് ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ചിക്കൻ നന്നായിട്ട് കുക്കാകണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് തന്നെ ഞാനിതിൽ മുളക് പൊടി, പച്ചമുളക് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ മോസറല്ല ചീസ് അല്ലെങ്കിൽ പിസ്സ ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പല തരത്തിലുള്ള ചീസ് ഉണ്ട്. അപ്പോൾ ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കൊച്ചുകുട്ടികൾക്ക് കുറച്ചൊക്കെ ചീസ് കൊടുക്കുന്നത് നല്ലതാണ്, നല്ല കാൽസ്യം കണ്ടൻ്റ് ആണ്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ബേബി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും ഇത്, അവർ പെറുക്കി കഴിച്ചോളും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ സെർവ് ചെയ്യാം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാസ്തയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.